ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മൾ ഇന്ന് മാത്സിന്റെ ഫോർത്ത് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, അരിത്തമെറ്റിക് ഓഫ് പാർട്സ്. സോ പാർട്സ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഫ്രാക്ഷൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഫ്രാക്ഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്, ഫിഫ്തിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഫ്രാക്ഷൻ എന്താണെന്നും ഒരു ഫിഗർ കണ്ടാൽ, ഒരു ഡയഗ്രാം കണ്ടാൽ അതിൽ നിന്നും ഫ്രാക്ഷൻസ് എഴുതാനും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഒക്കെ പഠിച്ചതാണ്. ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ഫ്രാക്ഷൻസ് എങ്ങനെ ആഡ് ചെയ്യാം, രണ്ട് ഫ്രാക്ഷൻസ് എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഫോർത്ത് ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നമ്പേഴ്സിനെ ആഡ് ചെയ്ത്, അതായത് ഫ്രാക്ഷൻസിനെ ഡയറക്റ്റ് ആഡ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യും. അത് കഴിഞ്ഞ് അത് വെച്ചിട്ടുള്ള പിക്ചേഴ്സ് തന്നിട്ട് അവിടെയുള്ള ഫ്രാക്ഷൻസ് എഴുതുക, അതിനുശേഷം അത് ആഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് വേർഡ് പ്രോബ്ലം. നമുക്കറിയാം, ഇന്ന ഇന്ന ആള് ഇത്ര കേക്ക് കട്ട് ചെയ്തു, ഇത്ര ഫ്രാക്ഷനിൽ കേക്ക് കട്ട് ചെയ്തു, മറ്റേ ആൾ ഇത്ര ഫ്രാക്ഷൻ കേക്ക് കട്ട് ചെയ്തു, ടോട്ടൽ എത്രയാണ്, ആ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വേർഡ് പ്രോബ്ലം ആയിട്ടും ചോദിക്കാം. അപ്പം ഈ മൂന്ന് ടൈപ്പാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ. സോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഒരു റെക്കോർഡഡ് വീഡിയോ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ടീച്ചർ റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് നിങ്ങളുടെ റെസ്പോൺസിന് വെയിറ്റ് ചെയ്യില്ല, അല്ലെ? നിങ്ങൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വെയിറ്റ് ചെയ്യില്ല. നമ്മൾ തുടർച്ചയായി പറഞ്ഞു പോവാണ് ചെയ്യുക. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ വീഡിയോ കാണുന്ന സമയത്ത് ഉറക്കെ, നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ തന്നെ നല്ല സൗണ്ടിൽ അതിന്റെ ആൻസർ അറിയാമെങ്കിൽ ഉറക്കെ അവിടെ ഇരുന്ന് വിളിച്ചു പറയാം. ഞാൻ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾക്ക് ആ ഫ്രാക്ഷനെ കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ആൻസർ ആയിട്ട് പറഞ്ഞു നോക്കുക. അല്ലാണ്ട് വെറുതെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, മടുപ്പ് തോന്നാം. അപ്പം ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നോട്ടിൽ എഴുതിയെടുക്കുക. ചാപ്റ്ററിന്റെ പേര് എഴുതുക. ചാപ്റ്റർ 4 അരിത്തമെറ്റിക് ഓഫ് പാർട്സ് എന്നൊക്കെ ഹെഡിങ് ഒക്കെ കൊടുത്ത് പുതിയ പേജ് എടുത്ത് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഇടയ്ക്ക് സംശയം വരുമ്പോൾ പോസ് ചെയ്യുക, ഒന്ന് ചെയ്തൊക്കെ നോക്കുക. പ്രോബ്ലംസ് തരുന്ന സമയത്ത് അത് വർക്കൗട്ട് ചെയ്തതിന് ശേഷം ബാക്കി വീഡിയോ കാണുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 15 മിനിറ്റ് ഈ വീഡിയോ കണ്ടതിന് ശേഷം കുറച്ച് സമയം റിലാക്സ് ചെയ്യുക. വേറെ എന്തെങ്കിലും ചായ കുടിക്കാനോ എന്തെങ്കിലും പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വന്ന് വീണ്ടും ബാക്കി കാണാം. ഓക്കെ. സോ ചിലപ്പം ഈ വീഡിയോ ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. മടുപ്പ് തോന്നുകയാണെങ്കിൽ നിർത്തിയിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ബാക്കി കാണും. ഓക്കെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ ടീച്ചറിന് പറയാനുള്ളത് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാം. ടെക്സ്റ്റ് ആരും തുറക്കണ്ട, ടീച്ചർ പറയുമ്പോൾ മാത്രം എടുത്താൽ മതി. ഇവിടെ നിങ്ങൾക്കൊരു ഡയഗ്രാം കാണാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് ഒരു സർക്കിളിന്റെ ഒരു പാർട്ടാണ്, അല്ലെ? ഒരു സർക്കിളിനെ നമ്മൾ സപ്പോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോറി സോറി. അപ്പൊ നിങ്ങൾ സർക്കിളിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു സർക്കിളിനെ, ഒരു സർക്കിൾ ടീച്ചർ ഇവിടെ വരയ്ക്കാം. ഒരു സർക്കിളിനെ നമ്മൾ നാലായിട്ട് ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പാർട്ടിനെ കുറിച്ചുള്ള ഫ്രാക്ഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഓരോ പാർട്ടും എത്രയായിരിക്കും ഫ്രാക്ഷൻ? 1/4. ഇത് 1/4, ഇതും 1/4. പെന്നിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പം എക്സ്ട്രാ ലൈൻസ് ഒക്കെ വരുന്നുണ്ട്, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ ആ നമ്പേഴ്സ് മാത്രം നോക്കിയാൽ മതി. സോ 1/4 ആണ് ഓരോ ഫ്രാക്ഷന്റെയും, സോറി, ഓരോ പാർട്ടിന്റെയും ഫ്രാക്ഷൻ വരുന്നത്. സോ ഇവിടെ നമുക്കൊരു സർക്കിൾ തന്നിട്ടില്ലേ? ഇതിന്റെ ഫ്രാക്ഷൻ എത്രയായിരിക്കും? ഇതാ, ഈ സർക്കിൾ തന്നെയല്ലേ ഞാനിപ്പോ താഴെ വരച്ചത്? ഈ സർക്കിളിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അതിലുള്ള രണ്ട് പാർട്ടാണ് നമുക്ക് തന്നത്, അല്ലേ? ഇതും 1/4 ആയിരിക്കും, ഇതും 1/4 ആയിരിക്കും. സോ ടോട്ടൽ എത്രയായിരിക്കും അവിടുത്തെ ഫ്രാക്ഷൻ? പറയാൻ പറ്റുമോ? 1/4 പ്ലസ് 1/4 എത്ര വരും? ഇപ്പം
ഇനി നിങ്ങൾ അറിയേണ്ടത് ഒരു ഫ്രാക്ഷൻ എങ്ങനെ ആഡ് ചെയ്യാം എന്നാണ് അല്ലേ. അപ്പൊ നിങ്ങൾ ആഡ് ചെയ്യുന്നതിന് മുന്നേ നോക്കേണ്ടത് ഇതിന്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ഇതെല്ലാം നമുക്കറിയാം. ഒരു ഫ്രാക്ഷന്റെ ഇപ്പൊ 1/4 എഴുതിയാൽ ഈ മുകളിലുള്ള നമ്പറിനെയാണ് നമ്മൾ ന്യൂമറേറ്റർ എന്ന് വിളിക്കുക, താഴെയുള്ള ആളെയാണ് ഡിനോമിനേറ്റർ എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിലും സബ്ട്രാക്ട് ചെയ്യുവാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രം ഇതാണ്: ഡിനോമിനേറ്റർ രണ്ടിന്റെയും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരാം 1/2 + 3/4. ഇതിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്റർ തമ്മിൽ വ്യത്യാസം എന്താണ്? ഇവിടെയാണെങ്കിൽ രണ്ടിന്റെയും ഡിനോമിനേറ്റർ 4 ആണ്, സെയിം ആണ്. പക്ഷെ ഇവിടെ എങ്ങനെയാ? ഇത് ഒന്ന് 2ഉം ഒന്ന് 4ഉമാണ് ഡിനോമിനേറ്റർ വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല, അതിന് വേറെ മാർഗങ്ങളുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ കാര്യം ആദ്യം നമ്മൾ സെയിം ഡിനോമിനേറ്റർ ഉള്ള ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാനാണ് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ സെയിം ഡിനോമിനേറ്റർ ആണ്. അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, അതിന്റെ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. എത്ര കിട്ടും? 1 + 1, ദാറ്റ് ഈസ് 2. എന്നിട്ട് എന്ത് ചെയ്യാം? ബൈ ഡിനോമിനേറ്റർ ഏതാണോ അതങ്ങ് എഴുതാം. അല്ലാണ്ട് 4 + 4 ചെയ്ത് 8 എഴുതരുത്, അത് തെറ്റാണ്. നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും കൂടെ ആഡ് ചെയ്യരുത്. സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ ആ ഡിനോമിനേറ്റർ ഏതാണോ അത് തന്നെ നമ്മുടെ ആൻസറിലും എഴുതാം. ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. സോ 2/4 എന്ന ആൻസർ കിട്ടും. ഇതിനെ നമുക്ക് ചെറുതാക്കിക്കൂടെ? 2 രണ്ടിടത്തും 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 എത്ര ടൈം ഉണ്ട്? 2ൽ 2 1 ടൈം, ബൈ 4ൽ 2 2 ടൈംസ്. സോ ആൻസർ ഈസ് 1/2. അത് തന്നെയല്ലേ നമ്മുടെ ഫ്രാക്ഷൻ. ഓക്കെ, ഒരു സർക്കിളിനെ ഞാൻ രണ്ട് ഈക്വൽ ഹാഫ്സ് ആക്കിയാൽ ഈ മുകളിലുള്ള ഫ്രാക്ഷൻ തന്നെയല്ലേ ഇവിടെ ബ്ലൂ കളറിൽ കൊടുത്തത്. ആ ഫ്രാക്ഷൻ എത്രയാ? 1/2. ഇതും 1/2. സോ ടോട്ടൽ രണ്ട് 1/4 ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 1/2 ആണ് കിട്ടുക. ക്ലിയർ? സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സർക്കിൾ വരയ്ക്കണം, അതിനുശേഷം ഈ ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്നത് കാണിക്കണം, ദെൻ ആൻസറും എഴുതാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുക. എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഏത് നമ്പർ ആണോ അതേ നമ്പർ തന്നെ കൊടുക്കുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് ടീച്ചർ വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് നോക്കുക, ശ്രദ്ധിച്ച് ചെയ്യണം. നമുക്ക് രണ്ട് സർക്കിൾസ് ഒക്കെ തന്നിട്ടുണ്ട്, രണ്ട് സർക്കിൾസും ഡിവൈഡ് ചെയ്തിട്ടുമുണ്ട് അല്ലെ. അപ്പൊ രണ്ടിന്റെയും ഫ്രാക്ഷൻ ആദ്യം എഴുതി നോക്കൂ. ഇത് നിങ്ങൾ ഡയഗ്രാം നോട്ടിൽ വരയ്ക്കണം കേട്ടോ. വരച്ചതിന് ശേഷം മാത്രം ബാക്കി വീഡിയോ കാണുക. ഇപ്പൊ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, ഈ രണ്ട് ഡയഗ്രാം വരയ്ക്കുക. ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് കൊടുത്താൽ മതി, കളർ ചെയ്യാനൊന്നും പോണ്ട. ഷെയ്ഡ് കൊടുക്കുക, അതിനുശേഷം രണ്ടിന്റെ ഫ്രാക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എഴുതാണ്, കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതിന്റെ ഫ്രാക്ഷൻ 1/6 കിട്ടിയിട്ടുണ്ടാവും. ഇതിന്റെ ഫ്രാക്ഷൻ 2/6. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നത് എത്രയാണ്? നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 1/6 + 2/6. ഞാൻ പറഞ്ഞിരുന്നു, ഈ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഡിനോമിനേറ്റർ 6 ആണ്, ആദ്യമേ അതങ്ങ് എഴുതിയാൽ മതി. ഡിനോമിനേറ്റർ 6 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. ന്യൂമറേറ്റർ 1 + 2 3. സോ ആൻസർ ഈസ് 3/6. ഇനി ഈ 3/6 നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരയ്ക്കുക, ദെൻ 6 ഈക്വൽ പാർട്സ് ആയിട്ട് സർക്കിളിനെ ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ ആംഗിൾ നോക്കൊന്നും വേണ്ട, ഡയറക്റ്റ് വരയ്ക്കുക കേട്ടോ. നിങ്ങൾ മറ്റേ ആംഗിൾ വരച്ച് ചെയ്യുന്ന ചാപ്റ്റർ വരുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ആംഗിൾ നോക്കി ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? 3/6 കൊടുക്കുക. എന്ന് വെച്ചാൽ 3/6 3 പാർട്സ് എന്ത് ചെയ്യുക? കളർ കൊടുക്കുക. സോ ദിസ് ഈസ് 3/6. ഇനി ഇതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ ഏതാണ് വരിക? 3/6ന്റെ, ദാറ്റ് ഈസ് 1/2. ഇതും നിങ്ങൾ പഠിച്ചതാണ്. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇവിടെ നമുക്ക് റിബൺസ് തന്നിട്ടുണ്ട്.
ഒരു റിബണിനെ നമ്മൾ 9 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 9 ഈക്വൽ പാർട്സിൽ ഫസ്റ്റ് ഫ്രാക്ഷൻ തന്നിട്ടുള്ളത് ഒന്ന് ഫ്രാക്ഷൻ എഴുതി നോക്കൂ. 2/9 എനിക്ക് കിട്ടി, നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും. ദെൻ സെക്കൻഡ് വൺ എത്രയാ കിട്ടിയത്? 6/9 എന്നാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിനെ സം ചെയ്താൽ എത്രയാ കിട്ടുക എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. 2/9 പ്ലസ് 6/9. ഇതൊക്കെ നോട്ടിലേക്ക് എഴുതണം. ഇത് വരയ്ക്കണം എന്നില്ല, ഫ്രാക്ഷൻ എഴുതിയിട്ട് സം ചെയ്യണം കേട്ടോ, ആഡ് ചെയ്യണം. അപ്പൊ 2 ഡിനോമിനേറ്റർ സെയിം ആണോ? അതെ. സോ അത് ആദ്യമേ എഴുതാം. ദെൻ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. 2 + 6 8. സോ ആൻസർ ഈസ് 8/9. ഇനി നിങ്ങളോട് ഇത് വരയ്ക്കാൻ പറയുകയാണെങ്കിൽ വരയ്ക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ റിബണിനെ 9 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാ? 8 പാർട്സ് കളർ ചെയ്യാം. 8 പാർട്സ് എന്ത് ചെയ്യാ? കളർ ചെയ്യാം. 8 പാർട്സ് കളർ ചെയ്യാം. അപ്പൊ കളർ ഷെയ്ഡ് ചെയ്യുന്നുള്ളൂ. ഈ 8 പാർട്സ് കളർ ചെയ്യാം. സോ ദിസ് ഇസ് 8/9. ഓക്കെ. അപ്പം ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ളത് ആഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. ഇനി ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഒരേ ഡയഗ്രത്തിൽ തന്നെ രണ്ട് രീതിയിൽ കളർ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് കളർ കൊടുത്ത ഇതിന്റെ ഫ്രാക്ഷൻ ഒന്ന് എഴുതിക്കേ. വാട്ട് ഫ്രാക്ഷൻ ഓഫ് റിബൺ ഈസ് കളേർഡ് റെഡ്? ഈ റെഡ് കളറിന്റെ മാത്രം ഫ്രാക്ഷൻ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എത്ര വരും? ആദ്യം ഇത് എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8. 8 പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിലൊരു പാർട്ടാണ് റെഡ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 1/8 കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്തത് ആൻഡ് ദ ഫ്രാക്ഷൻ കളേർഡ് ഗ്രീൻ. ഗ്രീൻ എത്ര ഉണ്ട്? 5 ഉണ്ട്. സോ 5/8 അതും കിട്ടിയിട്ടുണ്ടാവും. വാട്ട് ഫ്രാക്ഷൻ ഈസ് കളേർഡ് ടു ഓൾ ടുഗെദർ? ഓൾ ടുഗെദർ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെയുള്ള ഫ്രാക്ഷൻ എത്രയാണ്? അത് നിങ്ങൾക്ക് ഇവിടെ കോളം എണ്ണി നോക്കിയാലും കിട്ടും, ഇതിനെ ആഡ് ചെയ്ത് നോക്കിയാലും കിട്ടും. ആഡ് ചെയ്ത് നോക്കിയാൽ എത്ര ആൻസർ വരിക? ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ദാറ്റ് ഈസ് 8. ഇനി ആഡ് ചെയ്യുക, ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. 5 + 1 ദാറ്റ് ഈസ് 6. 6/8 അത് തന്നെയല്ലേ ഇവിടെ കളർ കൊടുത്ത പാർട്ട്? 6/8. വാട്ട് സം ഓഫ് ഫ്രാക്ഷൻ ഡു വി ഗെറ്റ് ഫ്രം ദിസ്? ഇതിന്റെ സം എത്രയാണെന്നാ ചോദിച്ചത്. ദാറ്റ് ഈസ് 6/8. ക്ലിയർ ആയോ? ഓക്കെ. കുറച്ച് സ്പീഡിലാണ് എടുക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് ഒന്നും കൂടെ കാണാം. ഓക്കെ. സോ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ളവരെയാണ് നമ്മൾ ഇപ്പോഴും ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി ഈ ടെക്സ്റ്റിലുള്ള ഒരു ഡയഗ്രമാണിത്. ഇതൊന്നും ചെയ്തു നോക്കിയേ. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പേജ് നമ്പർ ഐ തിങ്ക് ഇറ്റ് ഈസ് 56 സംതിങ്. 56 ആണെന്ന് തോന്നുന്നു. ഒന്ന് നോക്കണേ. 56ന് കുറച്ച് മുന്നേ ആണെന്ന് തോന്നുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ തനിയെ ചെയ്യണം. ഓക്കെ. ഫസ്റ്റ് ഡയഗ്രാം നോക്കുക. ഈ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള പാർട്ട് എത്രയാണെന്നാ ചോദിച്ചത്. അപ്പൊ ആദ്യം ഇത് ടോട്ടൽ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. 8 ഈക്വൽ പാർട്സ് ആണ്. സോ ഈ ബ്ലൂ കളർ വരുമ്പം 3/8 വരും. ഒന്ന് പുറത്തേക്ക് എഴുതാം വലുതാക്കി. 3/8. ദെൻ ഈ ഗ്രീൻ കളർ ആണെങ്കിൽ 1/8. സോ ടോട്ടൽ എത്ര വരും? ടോട്ടൽ ടോട്ടൽ പാർട്ട് എന്ന് പറയുന്നത് എത്ര? ഇവിടെ കൗണ്ട് ചെയ്ത് നോക്കാം. 4/8. 4/8. സോ ഇവിടെ ആഡ് ചെയ്തിട്ട് എഴുതാനാ പറയുന്നത്. 3/8, 1/8. സോ ആൻസർ ഡിനോമിനേറ്റർ സെയിം ആണ് 8. ന്യൂമറേറ്റർ 3 + 1 4 വരും. 4/8. 4/8ന് ഈക്വലന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ഏതാ? ദാറ്റ് ഈസ് 1/2. സോ ഇവിടെ 1/2. ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. ബാക്കി ക്വസ്റ്റ്യൻസ് ഈ 3 ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ അത് ചെയ്തു പോവാം. ഓക്കെ. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ്, അഡീഷൻ തന്നെയാണ് പറയുന്നത്.
കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആണ് ടീച്ചർ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയും നേരം ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, ഇനിയുള്ളതും ഈസിയാണ്, പക്ഷെ കുറച്ചൊരു സ്റ്റെപ്പും കൂടെ എക്സ്ട്രാ ചെയ്യാനുണ്ട്. ഓക്കെ. സോ ഫസ്റ്റ് ഇവിടെ 3 ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട്, മൊത്തം 4 ഡയഗ്രാം ഉണ്ട്. ഇതിൽ ഫസ്റ്റ് 2 ഡയഗ്രാം, ഈ 2 ഡയഗ്രാം മാത്രം നിങ്ങൾ നോക്കാം. ഇതിന്റെ രണ്ടിന്റെയും ഫ്രാക്ഷൻ എഴുതാം. ഈ ഫസ്റ്റ് വണ്ണിന്റെ ഫ്രാക്ഷൻ ഞാൻ എഴുതുകയാണ്, നിങ്ങളും എഴുതുക, നിങ്ങളുടെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇറ്റ് ഈസ് 1/4. ഇതാണെങ്കിലോ 3/8 ആണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയല്ലോ. സോ 1/4ഉം 3/8ഉം കൂടെ ഇവിടെ കമ്പൈൻ ചെയ്ത ഒരു ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഈ ഡയഗ്രത്തിലെ ഈ ഫ്രാക്ഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ 2 ഫ്രാക്ഷൻസും ആഡ് ചെയ്യണം, ടോട്ടൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ഫസ്റ്റ് ഞാൻ നോക്കാൻ പറഞ്ഞത് ഡിനോമിനേറ്റർ ആണ്, പക്ഷെ ഇവിടെ ഡിനോമിനേറ്റർ എന്താണ്? ഡിഫറെന്റ് ആണ്. ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്ററിനെ സെയിം ആക്കണം, രണ്ടിനെയും സെയിം ആക്കണം. അപ്പൊ ഇവിടെ സെയിം ആക്കണമെങ്കിൽ 4 ആയിട്ടാണോ ആക്കേണ്ടത് 8 ആയിട്ടാണോ ആക്കേണ്ടതെന്ന് ഡൗട്ട് വരും. ഇവിടെ 4 ആണോ 8 ആണോ ലാർജർ നമ്പർ? 8 ആണ്. സോ നമുക്ക് ഈ 4നെ 8 ആക്കാം. അപ്പൊ ലാർജർ നമ്പറിലേക്ക് ഡിനോമിനേറ്റർ ആക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഈ 1/4നെ ഞാൻ മാറ്റാൻ പോവാണ്. ഈ ഡിനോമിനേറ്റർ 8 വരണമെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പർ വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ 8 ആക്കാം? 4 ഇൻറ്റു സംതിങ് ചെയ്താൽ 8 കിട്ടും. നിങ്ങൾക്കറിയാം, 4 ഇൻറ്റു 2 ചെയ്താൽ 8 കിട്ടും. എപ്പോഴും ഞാൻ പറയും, താഴെ എന്ത് ചെയ്താലും ന്യൂമറേറ്ററിലും അത് ചെയ്യണം. സോ 2/8 കിട്ടി. സോ 1/4ന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ ആണ് ഇത് 2/8. അപ്പൊ നമ്മൾ ആ 1/4ന് പകരം എന്തെഴുതുക? 2/8 പ്ലസ് 3/8. സോ ആൻസർ എന്ത് വരും? ഇപ്പം ഡിനോമിനേറ്റർ സെയിം ആണ്. സോ 8 കൊടുക്കുക, ന്യൂമറേറ്റർ 2 പ്ലസ് 3 ദാറ്റ് ഈസ് 5. 5/8 ആണ് നമ്മുടെ ആൻസർ. സോ ഇവിടെ നോക്കിയേ, 5/8 കിട്ടിയിട്ടുണ്ടോന്ന്. ഇതാണ് റിസൾട്ടന്റ് ഡയഗ്രാം. നമ്മുടെ ആൻസറിന്റെ ബേസിലുള്ള ഡയഗ്രാം ഇതാണ്. ഓക്കെ, 1 2 3 4 5 5 പാർട്സ് കളർ ചെയ്തിട്ടുണ്ട്. 5/8. ഓക്കെ, ഒന്നും കൂടെ പറയാം. 1/4 ആണ് ഫസ്റ്റത്തെ ഡയഗ്രാം. സെക്കൻഡ് ഡയഗ്രാം 3/8 ആണ്. സോ ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ സെയിം ആക്കാൻ വേണ്ടി ഇതിലെ ഡിനോമിനേറ്റർ ലാർജർ ആരാണ്? 8 ആണ്. 8ലേക്ക് 1/4നെ മാറ്റി. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 2/8 കിട്ടി. ദാറ്റ് 2/8 പ്ലസ് 3/8 നമുക്ക് ആഡ് ചെയ്യുമ്പം ഈസി ആയിട്ട് എന്ത് കിട്ടും? 5/8 കിട്ടും. ഓക്കെ. സോ ഇങ്ങനെയാണ്. ഇതൊരു മെത്തേഡ് മാത്രമാണ്, പക്ഷെ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഈ വർഷം പഠിക്കാനുള്ളൂ. അപ്പൊ ഈ മെത്തേഡ് വഴിയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? അഡീഷൻ, ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രാക്ഷന്റെ അഡീഷൻ. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കേ, ഇപ്പൊ നമുക്കിവിടെ 3 ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് 2/5 ആണ്, 2/5. ഇത് 2/5 ആണ്. ഇത് 3/10 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടുഗെദർ ഉള്ള ഫ്രാക്ഷൻ ആണ്. സോ 2/5 പ്ലസ് 3/10 നിങ്ങൾ ചെയ്യണം. എങ്ങനെ ചെയ്യും? ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾ 5 ആണോ 10 ആണോ വലുത് എന്ന് ആലോചിക്കുക. 10 ആണ്. സോ ഈ 5നെ 10ലേക്ക് ആക്കുക. സോ 2/5നെ എങ്ങനെ 10ലേക്ക് മാറ്റാം? 2/5നെ ഡിനോമിനേറ്റർ 10 വരണമെങ്കിൽ ഇവിടെ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 2 ചെയ്യണം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇൻറ്റു 2 ചെയ്യും. 2 ഇൻറ്റു 2 4, 5 ഇൻറ്റു 2 10. സോ 4/10 കിട്ടി. സോ ഈ 2/5ന്റെ സ്ഥാനത്ത് നമ്മൾ 4/10 കൊടുക്കുക, പ്ലസ് 3/10. ദാറ്റ് ഈസ് ആഡ് ചെയ്യുക 7/10. സോ ആൻസർ ഈസ് 7/10. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കി.
ഇതൊക്കെ നോട്ടിലേക്ക് എഴുതണേ. ഡയഗ്രാം വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് ഇതൊക്കെ നോട്ട് ചെയ്ത് എഴുതണം. പോസ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അടുത്തത് 1/4 + 2/5 ആണ്. 1/4 + 2/5 എന്ന് പറഞ്ഞാൽ 1/4 + 2/5 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. ഒന്ന് ആഡ് ചെയ്ത് നോക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ 1/4 + 2/5 ആണ്. ഒന്ന് തനിയെ ചെയ്ത് നോക്കുക. വീഡിയോ പോസ് ചെയ്ത് തനിയെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. ഓക്കെ, ടീച്ചർ ചെയ്യാം. ഇവിടെ 1/4നെ 2 ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. രണ്ടിലും ഏതിലേക്കാ മാറ്റേണ്ടതെന്ന് നമുക്ക് സംശയം വരും അല്ലേ? അപ്പം നമുക്ക് രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരാള് വരുന്നില്ല. 1/4/2/5 എന്ന് പറയുമ്പോൾ 4നും 5നും കോമൺ ആയിട്ടുള്ള ഒരു, എന്താ പറയാ, 4നെ 5 ആക്കാനും 5നെ 4 ആക്കാനും നമുക്ക് പറ്റില്ല. പക്ഷെ ഇവർക്ക് രണ്ടു പേർക്കും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് ഉണ്ട്. അപ്പൊ ഇത് ഏതാന്ന് കണ്ടുപിടിക്കാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഡിനോമിനേറ്റർ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 5 ചെയ്യാം. ആൻസർ എത്ര കിട്ടും? 20 കിട്ടും അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ഫ്രാക്ഷനെ മാറ്റണം. അതായത് 1/4നെ നമ്മൾ ഡിനോമിനേറ്റർ 20 ആക്കുന്ന വിധത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഈ 4 20 ആവണേ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് 2/5ല് ഈ 5നെയും 20 ആക്കണം. അപ്പൊ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇയാളെയും 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? 1 × 5 5 വരും. ÷ 4 × 5 20 കിട്ടി. പ്ലസ് 2 × 4 8 വരും. ÷ 5 × 4 20 കിട്ടി. സോ നോക്കിയേ, രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആയില്ലേ? ഇനി എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. 8 + 5 എത്രയാ വരിക? 13 വരും. 13/20. ആൻസർ ഈസ് 13/20. ഒന്നും കൂടെ പറയാം. നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തത് എങ്ങനെയാ? ഇപ്പൊ 1/5 + 2/10 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ 5നെ 10 ആക്കാൻ ഈസിയാണ്. × 2 ചെയ്താൽ മതി അല്ലെ? പക്ഷെ ഇതിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് 4നെ 5 ആക്കാനോ 5നെ 4 ആക്കാനോ ഉള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, ആ ഡിനോമിനേറ്റർ തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും? 4 × 5 20. അപ്പൊ ഈ 20 ആക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതായത് 4നെയും 20 ആക്കാം, 5നെയും 20 ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പൊ അത് ഏത് വെച്ചാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. ടേബിൾ അറിയാമെങ്കിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ശരിക്കും പഠിക്കുക. ഓക്കെ, സോ നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഫസ്റ്റ് 4നെ 20 ആക്കാൻ × 5 ചെയ്തു. ന്യൂമറേറ്ററും ചെയ്യണം. ഇവിടെ 5നെ 20 ആക്കാൻ × 4 ചെയ്തു. അവിടെയും ന്യൂമറേറ്റർ × 4 ചെയ്യണം. അപ്പൊ നമുക്ക് 5/20 കിട്ടി, 8/20 കിട്ടി. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 13/20 കിട്ടും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കിയേ. ഇവിടെ നോക്കുക, 8ഉം ഉണ്ട് 3യും ഉണ്ട്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനുള്ള നിവർത്തിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, 8 × 3 ചെയ്യും. എത്രയാ 8 × 3? 24 ആണ്. ടേബിൾ അറിയണേ. 8 × 3 24 ആണ്. അപ്പൊ നമുക്ക് 8നെയും 24 ആക്കാം, 3നെയും 24 ആക്കാം. ഓക്കെ, 5/8. ഈ 8 24 ആവണേ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ × 3. ഇവിടെയും × 3. പ്ലസ് 2/3 ഏത് ചെയ്താൽ മതി? മറ്റേ നമ്പർ ചെയ്താൽ മതി. 8 × 8. സോ 3 × 5 15/24 പ്ലസ് 2 × 8 16/24. സോ ആൻസർ എത്ര വരും? 31/20. 26 അല്ലെ? 24/24. 31/24. ഈസി അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിന്റെ ആൻസർ എത്രയാണോ ആ ആൻസർ രണ്ടിന്റെയും ഡിനോമിനേറ്റർ ആക്കാൻ നോക്കുക. ആക്കാൻ എളുപ്പമാണ്. 8നെ 24 ആക്കാൻ നമ്മൾ ഏത് വെച്ചാണോ മൾട്ടിപ്ലൈ ചെയ്തത് അതേ നമ്പർ വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി 3യെ 24 ആക്കാൻ നമുക്ക് ഈസിയാ, മറ്റേ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ? ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും ചെയ്യണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കിയാം. ഞാൻ ടീച്ചർ ഒരെണ്ണം ചെയ്യാം, ബാക്കി രണ്ടും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഇത് പേജ് നമ്പർ 56ലുള്ള എക്സസൈസ് പാർട്ടാണ്. അപ്പൊ അത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. ടെക്സ്റ്റിൽ ചെയ്താൽ മതി, നോട്ട്ബുക്കിൽ ചെയ്യണ്ട. ടെക്സ്റ്റിൽ ഡയഗ്രാം ഉണ്ടല്ലോ, അതിന്റെ അവിടെ ചെയ്താൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഞാൻ ചെയ്തു തരാം. ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനെ ഡയഗ്രാം തന്നിട്ട് അഡീഷൻ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ ആദ്യം ഡയഗ്രത്തിന്റെ ഫ്രാക്ഷൻ നിങ്ങൾ എഴുതി നോക്കുക. ഫസ്റ്റത്തെ ഡയഗ്രത്തിന്റെ ഫ്രാക്ഷൻ എത്ര വരും? 1/3. കിട്ടിയോ? രണ്ടാമത്തേന്റെ ഫ്രാക്ഷൻ എത്ര വരും? ഇത് 12 പാർട്സ് ആക്കിയിട്ടുണ്ട്, അതിൽ 5 പാർട്സ് ആണ് കാണിച്ചിട്ടുള്ളത്. സോ 5/12. സോ ഒന്നും കൂടെ ഇവിടെ വലുതാക്കി എഴുതാം. 1/3 പ്ലസ് 5/12 അല്ലേ? സെക്കൻഡ്, പെന്നിന്റെ മാർക്കിംഗ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നിങ്ങൾക്ക് 3a വേണമെങ്കിൽ 12 ആക്കാം അല്ലെ? അപ്പൊ നമ്മൾ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 3a 12 ആക്കാൻ *4 ചെയ്താൽ മതി. അപ്പൊ മുകളിലും 4 ചെയ്യണം. സോ ആൻസർ എന്ത് വരും? 4/12 പ്ലസ് ഇതങ്ങനെ തന്നെ 5/12. അതിനെ മാറ്റേണ്ട ആവശ്യമില്ല. സോ ആൻസർ എന്ത് വരും? 4 പ്ലസ് 5 9/12. ആൻസർ ഈസ് 9/12. ഈ 9/12 ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. ഈ 9/12ന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ ആരാ? 9/12. രണ്ടിലും ത്രീ ഇല്ലേ? ഇതിൽ എത്ര ത്രീ ഉണ്ട്? 3. ഇതിൽ എത്ര ത്രീ ഉണ്ട്? 4. സോ ആൻസർ ഈസ് 3/4. സോ ഇക്വലന്റ് ഫ്രാക്ഷൻ ആക്കാനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. അപ്പൊ ഇതുപോലെ തന്നെ ഇതും ഇതും ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ട് വേണം വരാൻ. ഓക്കെ ഓക്കെ, സോ അടുത്തത് ഇതേപോലെയുള്ള ഫ്രാക്ഷന്റെ അഡീഷൻ തന്നെയാണ്. ഈസിയാണ്, നമുക്ക് വേഗം ചെയ്ത് നോക്കാം. ഞാൻ രണ്ടെണ്ണം ചെയ്യാം, ബാക്കി മൂന്നെണ്ണവും നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ, പേജ് നമ്പർ 56ലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. നോട്ടിലേക്ക് ചെയ്യണം, നോട്ട്ബുക്കിലേക്ക് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീച്ചർ ചെയ്യാം. 1/4 പ്ലസ് 1/8 എത്ര കിട്ടും? ഈ 4നെ 8 ആക്കാലോ. *2 * 2. 2/8 plus 1/8. So answer is 3/8. കിട്ടിയിട്ടുണ്ടാവും. കുറച്ച് സ്പീഡിൽ ചെയ്യാം, ഇത് ഈസിയാണ്. 3/4 പ്ലസ് 1/6. ഇത് നോക്കിയേ, 4നെ 6 ആക്കാൻ വഴിയില്ല, 6നെ 4 ആക്കാനും പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 6 എത്ര വരും? 24. ഓക്കെ, ഈ 24 ആക്കുക. ആരെ? 4നെയും 6നെയും 24 ആക്കുക. 4നെ 6 ആക്കണേ ഞാൻ പറഞ്ഞു. തൊട്ടടുത്ത നമ്പർ, മറ്റേ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. *6 × 6. 6നെ 24 ആക്കാൻ മറ്റേ നമ്പർ മൾട്ടിപ്ലൈ *4 × 4. സോ 3 × 6 18/24 പ്ലസ് 4/24. 18 പ്ലസ് 4 എത്രയാ? 22/24. സോ ആൻസർ ഈസ് 22/24. ഓക്കെ, സോ ഇതും 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 ഹോംവർക്ക് ചെയ്യാം. ഓക്കെ, കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം, ഒരു പ്രശ്നമില്ല. കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഷുവറായിട്ടും ക്ലാസ്സിൽ ചെയ്യും. അതോർത്ത് ടെൻഷൻ ആവണ്ട. ഈ 2 ക്വസ്റ്റ്യൻ ചെയ്താൽ എന്തായാലും ബാക്കി ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഡിനോമിനേറ്റർ തമ്മിൽ തമ്മിൽ എന്തെങ്കിലും ആക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യുക? അവരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ നമ്പർ, ആൻസർ ആയിട്ടുള്ള ആ നമ്പർ ആക്കാൻ നോക്കുക. അതാക്കാനും എളുപ്പമാണ്. ഇപ്പം ഇവിടെ നമ്മൾ 4നെ 24 ആക്കാൻ എന്ത് ചെയ്താൽ മതി? അത് നമ്മൾ മറ്റേ നമ്പർ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. 6നെ 24 ആക്കാൻ നമ്മൾ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അത് ഡൗട്ട് വരണ്ട. ഓക്കെ, ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഒരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒന്ന് ചിന്തിക്കണം, പക്ഷെ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിലേക്ക് എഴുതുകയും വേണം, ഇത് ആൻസർ ചെയ്യുകയും വേണം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ടീച്ചർ ക്വസ്റ്റ്യൻ വായിക്കാം. നമ്മുടെ കയ്യില്
രണ്ട് പൈപ്പ് ഉണ്ട്. ടാപ്പ്, പൈപ്പ് നമ്മൾ പറയും ടാപ്പ്. ഓക്കെ, രണ്ട് ടാപ്പ് ഉണ്ട്. ദാ, വെള്ളം വീഴുന്ന ടാപ്പ്. ഓക്കെ, രണ്ട് ടാപ്പ് ഉണ്ട്. ഓക്കെ, സോ എന്താ പറയുന്നത്, രണ്ട് ടാപ്പ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ടാപ്പ് ഇതാണ്, ഫസ്റ്റ് ടാപ്പ്, ഇത് സെക്കൻഡ് ടാപ്പ്. ഓക്കെ, ഫസ്റ്റ് ടാപ്പില് എന്താണ്, ഫസ്റ്റ് ടാപ്പ് മാത്രം ഓൺ ആക്കുക. ഓക്കെ, ഞാനിപ്പം ഫസ്റ്റ് ടാപ്പ് മാത്രം ഓൺ ആക്കി. നമ്മൾ എന്നിട്ട് ഒരു ടാങ്ക് ഫില്ല് ചെയ്യണേ. ദാ, ഒരു ടാങ്ക് ഫില്ല് ചെയ്യാനാണ് നോക്കുന്നത്. ഈ ഫസ്റ്റ് ടാപ്പ് മാത്രം ഓൺ ആക്കിയപ്പം ടാങ്ക് ഫില്ല് ചെയ്യാൻ 10 മിനിറ്റ് എടുത്തു. ഓക്കെ, 10 മിനിറ്റ്. ഇനി രണ്ടാമത്തെ ടാങ്ക് ഓൺ ആക്കി. അപ്പൊ ഏത് ക്ലോസ് ചെയ്തു, ഫസ്റ്റ് ക്ലോസ് ചെയ്ത് രണ്ടാമത്തെ എലോൺ ഓപ്പൺ ചെയ്തപ്പോൾ ടോട്ടൽ 15 മിനിറ്റ്സ് എടുത്തു. അപ്പൊ ആരാണ് മിടുക്കനായിട്ടുള്ള ടാപ്പ്? ഇയാള് 10 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറച്ചു, ഇയാള് 15 മിനിറ്റ് എടുത്തു. അപ്പൊ ഇയാളാണ് കുറച്ച് മിടുക്കൻ. ഓക്കെ, ഇനി ഇഫ് ദ സെക്കൻഡ് ടാപ്പ് അലോൺ ഈസ് ഓപ്പൺ ഇറ്റ് വുഡ് ടേക്ക് 15 മിനിറ്റ്സ്. അത് നമ്മളിപ്പോൾ എഴുതി. ഓക്കെ, ഇതാണ് നമുക്ക് തന്ന ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ഫസ്റ്റ് ടാപ്പ് അലോൺ ഈസ് ഓപ്പൺഡ്, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടാങ്ക് വുഡ് ബി ഫിൽഡ് ഇൻ 1 മിനിറ്റ്? അപ്പൊ ഇങ്ങനെ ഒരു ടാപ്പിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ, അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ഇയാൾ എത്ര ജോലി ചെയ്യും, 1 മണിക്കൂറിൽ ഇയാൾ എത്ര ജോലി ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു ട്രിക്കാണ് ടീച്ചർ പറയുന്നത്. ഇവിടെ ഈ ഫസ്റ്റ് ടാപ്പ് മാത്രം തുറന്ന സമയത്ത് ടാങ്ക് മൊത്തത്തില് 10 മിനിറ്റ് എടുത്തു, അല്ലേ? അല്ലേ? അപ്പൊ 1 മിനിറ്റിൽ മൊത്തം 10 മിനിറ്റ് ആണ്. ഇപ്പം 10ആയിട്ട് നമ്മൾ ആ സമയത്തെ ഡിവൈഡ് ചെയ്തു. അതിൽ 1 മിനിറ്റ് എത്ര നിറഞ്ഞു അല്ലെങ്കിൽ എത്ര ഫില്ലായി എന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഫ്രാക്ഷൻ എങ്ങനെ എഴുതാം, ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? 10-1, അല്ലേ? 1/10. മനസ്സിലായോ? മൊത്തം 10 മിനിറ്റ് സമയം എടുക്കും. അതിൽ 1 മിനിറ്റിന്റെ ഫ്രാക്ഷൻ ചോദിച്ചാൽ 10-1. അങ്ങനെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. പെട്ടെന്ന് പറഞ്ഞേ. സെക്കൻഡ് ടാപ്പ് മാത്രം തുറന്നു. സെക്കൻഡ് ടാപ്പ് മാത്രം തുറന്നാൽ മൊത്തം എത്ര സമയം എടുക്കും? 15 മിനിറ്റ്, 15 മിനിറ്റ്സ്. അപ്പൊ 1 മിനിറ്റിൽ എത്ര നിറയും എന്ന് ചോദിച്ചാൽ 15-1 മിനിറ്റ്. സോ 1/15. ടാങ്കിന്റെ 1/15 പാർട്ടായിരിക്കും ഫില്ലാവുക. എത്ര സമയം കൊണ്ട്? 1 മിനിറ്റ് കൊണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇത്രയായെന്ന് വിചാരിക്കുന്നു. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഫസ്റ്റ് ടാപ്പ് മാത്രം തുറന്നു, അന്നേരം 10 മിനിറ്റ് എടുത്തു ടാങ്ക് മുഴുവനായിട്ട് ഫില്ല് ചെയ്യാൻ. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, 1 മിനിറ്റ് കൊണ്ട് ടാങ്ക് എത്ര ഫില്ലാവും? അപ്പൊ മൊത്തം 10 മിനിറ്റ്, അതിൽ 1 മിനിറ്റ്, അപ്പൊ 10-1, 1/10. ഇനി രണ്ടാമത്തെ ടാപ്പ് ഫില്ല് ചെയ്യാൻ മൊത്തം 15 മിനിറ്റ് എടുക്കും ടാങ്ക് ഫില്ല് ചെയ്യാൻ. ആ 15-1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/15. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. അതായത് രണ്ട് ടാപ്പും ഒരുമിച്ച് ഓൺ ചെയ്തു. ഒരുമിച്ച് ഓൺ ചെയ്തപ്പോൾ 1 മിനിറ്റ് കൊണ്ട് എത്ര ഫില്ലാവും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ ടാങ്ക് എത്ര 1 മിനിറ്റ് കൊണ്ട് ഫില്ലാവുന്നത്? 1/10. രണ്ടാമത്തെ ടാപ്പ് 1/15. സോ ആഡ് ചെയ്താൽ മതി. ഇനി ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ശ്രദ്ധിക്കണം, ഡിഫറെന്റ് ആണ്. 10നെ എപ്പോഴെങ്കിലും 15 ആക്കാൻ പറ്റുമോ? 15നെ 10 ആക്കാൻ പറ്റില്ല. സോ ഡയറക്റ്റ് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. 10 ഇൻറ്റു 15. ആൻസർ എത്ര വരും? 150, അല്ലേ? 15 × 10 ചെയ്താൽ ആ 0 ഇട്ട് കൊടുത്താൽ മതി. 150. സോ ഡിനോമിനേറ്റർ 150 ആക്കണം. രണ്ടുപേരുടെയും ഡിനോമിനേറ്റർ 150 ആക്കണം. ഇയാളുടെ 150 ആവണമെങ്കിൽ 10നെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ ഞാൻ പറഞ്ഞു? മറ്റേ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ×15. അപ്പൊ ഇവിടെയും ×15. ഇനി ഇവിടെ 150 ആണ്, ×10. അപ്പൊ ഇവിടെയും ×10. സോ 1 × 15, 15. 1 × 10, 10. സോ 15 + 10, 25. 25/150. ഇത് വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കാം. 25ൽ എത്ര 25 ഉണ്ട്? 1/150ൽ എത്ര 25 ഉണ്ട്?
100-ൽ എത്ര 25 ഉണ്ടോന്ന് ആലോചിച്ച് നോക്ക്. 100-ല് 4 എണ്ണം ഉണ്ട്. പിന്നെ ഒരു 50 കൂടെ ഉണ്ട് അല്ലേ. ടോട്ടൽ 50-ല് 2 25 ഉണ്ട്. 100-ലാണെങ്കിൽ 4 25 ഉണ്ട്. അപ്പൊ 150 എന്ന് പറഞ്ഞാൽ 100 + 50 അല്ലേ. 100-ല് 4 25, 50-ല് 2, മൊത്തം 6 25 ഉണ്ട്. സോ 1/6 ആണ് ആൻസർ വരിക. ഈ ചെറുതാക്കാനുള്ള ട്രിക്കൊക്കെ ഓർത്ത് വെക്കുക. മുകളിലും താഴെയും ഒരേ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. 25 ഡിവൈഡഡ് ബൈ 25 1 ആണ്. 150 ഡിവൈഡഡ് ബൈ 25 6 കിട്ടും. അത് ചിന്തിച്ചാൽ മതി. 150 എന്ന് പറഞ്ഞാൽ 100 + 50 ആണ്. 100-ല് മൊത്തം 4 25, 50 ഉണ്ട് ബാക്കി, അയാളുടെ കയ്യിൽ 2 25, മൊത്തം 6 25. സോ ആൻസർ ഈസ് 1/6. സോ ഇതിന്റെ ആൻസർ 1/6. അപ്പം 1 മിനിറ്റ് കൊണ്ട് രണ്ടുപേരും ഓപ്പൺ ആയാൽ, രണ്ട് ടാപ്പും ഒരുമിച്ച് ഓപ്പൺ ആക്കിയാൽ എത്ര ഫില്ലാവും? 1/6 പാർട്ട് ഫില്ലാവും. ടാങ്കിന്റെ 1/6 പാർട്ട് ഫില്ലാവും. ഇത്രയും ക്ലിയർ ആയോ? പോസ് ചെയ്ത് തന്നെ കാണാം കേട്ടോ. ഇനിയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ബോത്ത് ദി ടാപ്സ് ആർ ഓപ്പൺ, രണ്ട് ടാപ്പും ഓപ്പൺ ആയി, അപ്പൊ എത്ര ഫില്ലാവും 1 മിനിറ്റ് കൊണ്ട്? 1/6. ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനെ എത്ര സമയം എടുക്കും ടാങ്ക് മൊത്തത്തിൽ ഫില്ലാവാൻ? എത്ര സമയം എടുക്കും ടാങ്ക് മൊത്തത്തിൽ ഫിൽ? ആറ് ആറ് 1 മിനിറ്റ് കൊണ്ട്, ഏഹ് 1 മിനിറ്റ് കൊണ്ട് എത്ര ഫില്ലാവും? 1/6. 1/6 അല്ലേ. അതായത് 6 ഭാഗവും ആയാലല്ലേ നമുക്ക് ടാങ്ക് മൊത്തത്തിൽ ഫില്ലാവുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഒരു സർക്കിള്, അതിനെ ഞാൻ 6 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. അതിൽ ഒരു ഭാഗമാണ് 1/6. ഇത് മൊത്തം ഞാൻ കളർ കൊടുക്കുകയാണെങ്കിൽ എത്ര ആൻസർ വരിക? 6/6 അല്ലേ. അതായത് 6 എണ്ണം കൂടെ വരണം അല്ലേ. മൊത്തം 6 ഉണ്ട്, അതിലൊരു ഭാഗമാണ് 1/6. അപ്പൊ മൊത്തം എത്ര മിനിറ്റ് എടുക്കും? അങ്ങനെയാണെങ്കിൽ മൊത്തം 6 മിനിറ്റ് എടുക്കും. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുക, 1 മിനിറ്റ് കൊണ്ട് ടാങ്ക് എത്ര ഫില്ലാവും? രണ്ട് ടാപ്പും കൂടെ ഓൺ ആക്കിയാൽ 1/6 ഓൺ ആവും. അതിന്റെ നേരെ റിവേഴ്സ് എടുത്താൽ മതി. അതായത് 1/6ന്റെ നേരെ റിവേഴ്സ് എടുക്കുമ്പോൾ എത്ര വരും? 6. സോ 6 മിനിറ്റ് എടുക്കും. അപ്പൊ 1 മിനിറ്റ് കൊണ്ടുള്ള ഫ്രാക്ഷൻ അറിയാമെങ്കിൽ ടോട്ടൽ എത്ര മിനിറ്റ് എടുക്കും എന്ന് അറിയാൻ ജസ്റ്റ് റിവേഴ്സ് എടുത്താൽ മതി. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും സംശയം വരും. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ ഇത്രയും ആലോചിച്ചാൽ മതി. ടീച്ചർ പറഞ്ഞുതരാം. ഇതിന്റെ ആൻസർ ഞാൻ ജസ്റ്റ് എഴുതാം. 1/10, 1/15, ഇത് 1/6. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് 1/6. അതായത് 1 മിനിറ്റ് കൊണ്ടാണ് ഇത്ര ഫിൽ ആവുന്നത് അല്ലേ. അപ്പൊ മൊത്തം എത്ര സമയം എടുക്കും എന്ന് ചോദിച്ചാൽ 6/6 പാർട്ടും ഫിൽ ആവണ്ടേ ആ ടാങ്കിന്റെ. എന്ന് വെച്ചാൽ എത്രയാ? എന്ന് വെച്ചാൽ എത്ര മിനിറ്റ് എടുക്കും? 6 മിനിറ്റ് എടുക്കും. നേരെ റിവേഴ്സ് എടുത്താൽ മതി. മൊത്തം 6 പാർട്ട് ഉണ്ട്, അതിൽ 6 മിനിറ്റ് എടുക്കും. അതിൽ 1 മിനിറ്റ് എടുക്കുന്ന പാർട്ടാണ് 1/6. അപ്പം 6 മിനിറ്റ് ആണ് മൊത്തം വേണ്ടത്. അല്ലെങ്കിൽ ഇതിന്റെ 1/6ന്റെ നേരെ റിവേഴ്സ് എടുത്താൽ മതി, 6 മിനിറ്റ്സ്. ഇനി ഒരു ടാങ്ക് ഫില്ല് ആവാൻ സപ്പോസ് 1/8, ഒരു ടാങ്കിന്റെ 1 മിനിറ്റ് കൊണ്ട് 1/8 പാർട്ട് ഫിൽ ആവും. അങ്ങനെയാണെങ്കിൽ ഫുൾ ഫിൽ ആവാൻ എത്ര മിനിറ്റ് എടുക്കും എന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതിയാൽ മതി? 8 മിനിറ്റ്. അതേ കൺസെപ്റ്റ് ആണ് ഇവിടെ. ഓക്കെ. അപ്പൊ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, കുറച്ചെന്നല്ല നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഈ ടാപ്പിന്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇതെന്തായാലും ചെയ്ത് പഠിക്കാം. നോട്ടിലേക്ക് എഴുതുകയും വേണം. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത്രയും പാർട്ടാണ് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. കുറെ കാര്യങ്ങൾ എഴുതാനുണ്ട്, അതുകൊണ്ട് ടീച്ചർ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇത്രയും പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നാളെ വരാൻ, നാളത്തെ ക്ലാസ്സിന് വരാൻ. ഓക്കെ. ഓക്കെ, താങ്ക് യു.